ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. വിടവാങ്ങിയത് ഉദാരവത്കരണത്തിന്റെ ഉപജ്ഞാതാവ്. ന്യൂഡൽഹി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 92 അന്തരിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെ ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് 33 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത്. 2004 മുതൽ 2014 വരെ കാലഘട്ടത്തിൽ തുടർച്ചയായി 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായാണ് അറിയപ്പെട്ടിരുന്നത്. റിസർവ് ബാങ്ക് ഗവർണറായും 1982 മുതൽ 85 വരെ രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും 1985 ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും 1985 മുതൽ 87 വരെ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും 1991 മുതൽ 96 വരെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും 1998 മുതൽ 2004 വരെ UGC അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1987-ൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഭാര്യ ഗുർശരൺ കൗർ, മക്കൾ ഉപിന്ദർ സിംഗ്, ദമൻ സിംഗ്, അമൃത് സിംഗ്. നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ചാക്വാൾ ജില്ലയിലുള്ള ഗാഹ് ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26-നാണ് മൻമോഹന്റെ ജനനം. പിതാവ് ഗുർമുഖ് സിംഗ്, മാതാവ് അമൃത് കൗർ. ഉണക്കപ്പഴങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനായിരുന്നു പിതാവിന്. ഗാഹിലെ എലിമെന്ററി സ്കൂളിലായിരുന്നു മൻമോഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെത്തിയ മൻമോഹൻ സിംഗിന്റെ കുടുംബം അമൃത്സറിലേക്ക് മാറി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഇന്റർമീഡിയറ്റും ധനതത്വശാസ്ത്രത്തിൽ BAയും MAയും 1ാം റാങ്കോടെ പാസ്സായ മൻമോഹൻ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനവും നടത്തി. പഞ്ചാബ്, ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനായും ജോലി ചെയ്തു. ഇതിനിടെ 3 വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ UNCTAD സാമ്പത്തിക വിദഗ്ധനായി സേവനമനുഷ്ഠിച്ചു. 1972-ൽ ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം 1976-ൽ ധനമന്ത്രാലയം സെക്രട്ടറിയായി. 1980 മുതൽ 82 വരെ കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു. 1982-ൽ റിസർവ് ബാങ്ക് ഗവർണറായി. 1991-ൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴാണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത്. മൻമോഹന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തകർച്ചയിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങായി. 2004-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ആ ചുമതല മൻമോഹനിലേക്കെത്തി. 2004 മെയ് 22-ന് പ്രധാനമന്ത്രിയായി ആദ്യതവണ സത്യപ്രതിജ്ഞ ചെയ്തു. 2009-ൽ പ്രധാനമന്ത്രിപദത്തിൽ 2ാം ഊഴം. 2014 മെയ് 26-ന് പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞു. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലക്കാണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമായത്. അദ്ദേഹം ലോക്സഭയിൽ അംഗമായിട്ടില്ല. അർദ്ധരാത്രി വാതിലിൽ മുട്ടിവിളിച്ച മന്ത്രിപദവി അവിശ്വസിച്ച് മുഖം തിരിച്ച മൻമോഹൻ. 1991-ൽ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയം. പ്രധാനമന്ത്രിയായി PV നരസിംഹറാവുവിനെ കോൺഗ്രസ് ലോക്സഭാ കക്ഷിയോഗം തിരഞ്ഞെടുത്ത ദിവസം അദ്ദേഹം PC അലക്സാണ്ടറെ ഒരു സുപ്രധാന ദൗത്യമേൽപ്പിച്ചു. അലക്സാണ്ടർ അർദ്ധരാത്രിയോടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാതിലിൽ മുട്ടിവിളിച്ചു. നല്ല ഉറക്കത്തിലായിരുന്ന മൻമോഹൻ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ അലക്സാണ്ടർ കാര്യം വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി പദം ഏറ്റെടുക്കാൻ നരസിംഹറാവു ആവശ്യപ്പെട്ടു. PC അലക്സാണ്ടറിന്റെ സന്ദേശം വിശ്വസിക്കാൻ സാധിക്കാതിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ ഗൗരവമായി എടുത്തില്ല. പിറ്റേന്ന് രാവിലെ ചെയർമാൻ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിലെത്തിയ മൻമോഹനെ തേടി നരസിംഹറാവുവിന്റെ ഫോൺകോളെത്തി. നിങ്ങൾ എവിടെയാണ്? എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള എന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അലക്സാണ്ടർ പറഞ്ഞില്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞു സാര്, പക്ഷേ ഞാൻ അത് വിശ്വസിച്ചില്ല, മൻമോഹൻ മറുപടി നൽകി. ധനമന്ത്രിപദം ഏറ്റെടുക്കാൻ നരസിംഹറാവു പ്രേരിപ്പിച്ചതോടെ ആലോചിച്ചു പറയാമെന്നായി മൻമോഹൻ. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച മൻമോഹന് പ്രതീക്ഷിച്ച പോലെ തന്നെ എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. അതിന് കുറച്ചുകാലം മുൻപ് ലണ്ടനിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്ന മൻമോഹനെ അവർ നിരുത്സാഹപ്പെടുത്തി. ശരിയായി കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയക്കാർ അനുവദിക്കില്ലെന്നും ബലിയാടാക്കുമെന്നും പറഞ്ഞ കുടുംബാംഗങ്ങൾ രാജ്യം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയും കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതുമെല്ലാം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു ശ്രമം നടത്തിനോക്കാമെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച മൻമോഹൻ ധനമന്ത്രിയാകാൻ സമ്മതമെന്ന് നരസിംഹറാവുവിനെ അറിയിച്ചു. മൻമോഹൻ ചുമതലയേൽക്കുമ്പോൾ രാജ്യത്തിന്റെ നാണ്യപ്പെരുപ്പ നിരക്ക് 18%. വിദേശ നാണ്യ നിക്ഷേപം കഷ്ടിച്ച് 1500 കോടി രൂപ. റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ നിക്ഷേപം പോലും യൂറോപ്പിൽ പണയം വെച്ച് നിത്യവൃത്തി കഴിക്കേണ്ട അവസ്ഥ. 2 വർഷം കൊണ്ട് മൻമോഹൻ സിംഗ് വിദേശ നാണ്യ നിക്ഷേപം 12 മടങ്ങാക്കി. പുതുതായി നികുതിയൊന്നും ചുമത്താത്ത ബജറ്റ് അവതരിപ്പിച്ചും അദ്ദേഹം ഏവരെയും അമ്പരപ്പിച്ചു. ആ കാലയളവിൽ അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ പിന്നീടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകി. മടങ്ങി മഹാബലൻ, അക്ഷരസ്മൃതികൾ ബാക്കി, കണ്ണീർ പ്രണാമം അർപ്പിച്ച് മലയാളം
കോഴിക്കോട് വാക്കിന്റെ ചക്രവർത്തിയെ കാലം അതിന്റെ തിരശീലയാൽ മറച്ചു. എം.ഡിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയ അഗ്നി ആ പ്രതിഭയുടെ സ്പർശമേറ്റുന്ന പോലെ തിളങ്ങിയാളി. പല തലമുറകൾക്ക് വായനയെ സമ്മോഹനമായ അനുഭവമാക്കിയ എഴുത്തുകാരന് മലയാളം ആദരവോടെ വേദനയോടെ യാത്രാമൊഴിയോടി. മാവൂർ റോഡിലെ ശ്മശാനമായ സ്മൃതിപഥത്തിൽ എം.ഡിയുടെ സഹോദരപുത്രൻ പി. സതീശനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ഡിസംബർ 16 പുലർച്ചെയാണ് എം.ഡിയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടുത്തിടെയായി എം.ഡിക്ക് ആശുപത്രിവാസം പതിവായിരുന്നു. ഇത്തവണയും കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുവരുമെന്ന് എല്ലാവരും കരുതി. വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും 24 മണിക്കൂർ തികയും മുൻപേ വീണ്ടും ഇറങ്ങി. എം.ഡിയുടെ പ്രിയപ്പെട്ട വീടായ സിതാരയിലേക്ക് ഇനിയൊരിക്കലും തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം ആ യാത്ര ചെന്നെത്തി നിന്നത് മാവൂർ റോഡിന് സമീപത്തെ സ്മൃതിപഥം ശ്മശാനത്തിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എം.ഡിയുടെ ആരോഗ്യസ്ഥിതി തീർത്തും വഷളായത്. മരണത്തിന്റെ വെക്കോളമെത്തിയ എം.ഡിയെ കാണാൻ സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കളും ആശുപത്രിയിലേക്ക് ഓടിയെത്തി. എം.ഡി ഇനി അധിക സമയമുണ്ടാകില്ലെന്ന് അവരുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. അസാമാന്യ മനുഷ്യത്വയോടെ പിന്നെയും 4-5 ദിവസം കൂടി അദ്ദേഹം ഈ ഭൂമിയിൽ കഴിഞ്ഞു. യന്ത്രസഹായത്തോടെ ജീവൻ പിടിച്ചുവെക്കരുതെന്നും മരണം അനിവാര്യമായ സമയത്ത് സംഭവിക്കട്ടെയെന്നുമായിരുന്നു എം.ഡിയുടെ നിലപാട്. ആ സമയം 2024 ഡിസംബർ 25 രാത്രി 10 മണിയായിരുന്നു. ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് മയങ്ങാൻ തുടങ്ങിയവരിലേക്കാണ് എം.ഡിയുടെ മരണവാർത്ത എത്തിയത്. 4 വർഷം മുൻപത്തെ ക്രിസ്മസിന്റെ പകരം ചോദിക്കാനെത്തി 2 പേർ കുത്തേറ്റ് മരിച്ചു. കൊടകര 4 വർഷം മുൻപ് ക്രിസ്മസ് ദിനത്തിലുണ്ടായ അക്രമസംഭവങ്ങൾക്കു പകരം ചോദിക്കാനെത്തിയവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. പകവീട്ടാനായി വീട് ആക്രമിച്ച സംഭവത്തിലാണ് ഇരുവിഭാഗങ്ങളിലുമായി 2 പേർ മരിച്ചത്. ക്രിസ്മസ് ദിവസം രാത്രിയിലാണ് വട്ടേക്കാട് മര്യാദമൂല്യം എത്തിച്ച സംഭവം. വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ സുജിത്ത് 30, സമീപവാസി മടത്തിക്കാടൻ സജീവിന്റെ മകൻ അഭിഷേക് 24 എന്നിവരാണ് കുത്തേറ്റ് മരിച്ചത്. അക്രമത്തിനിടെ പരിക്കേറ്റ വിവേകിന്റെ നില ഗുരുതരമാണ്. 4 വർഷം മുൻപ് ക്രിസ്മസ് ദിനത്തിലാണ് അക്രമസംഭവങ്ങളുടെ തുടക്കം. അന്നുണ്ടായ ആക്രമണത്തിൽ വിവേകിന് സുജിത്ത് കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനാണ് വിവേക് സുഹൃത്തുക്കളായ അഭിഷേക്, ഹരീഷ് എന്നിവരുടെ ഒപ്പം ബുധനാഴ്ച രാത്രി 11:30 സുജിത്തിന്റെ വീട്ടിലെത്തിയത്. അക്രമത്തിനിടെ സുജിത്തിനാണ് ആദ്യം കുത്ത് കൊണ്ടത്. പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും കുത്തേൽക്കുകയായിരുന്നു. അഭിഷേകിന്റെ ഒപ്പമുണ്ടായിരുന്ന വിവേകിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിത്തിന്റെ സഹോദരൻ സുധീഷിനും പരുക്കുണ്ട്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അസർബൈജാൻ വിമാനത്തെ തകർത്തത് റഷ്യൻ മിസൈലുകളോ? അവശിഷ്ടങ്ങളിലെ ദ്വാരങ്ങൾ സംശയകരം. ന്യൂഡൽഹി ക്രിസ്മസ് ദിനത്തിൽ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്നു വീണ് 38 പേർ മരിച്ച സംഭവത്തിനു പിന്നിൽ റഷ്യയുടെ മിസൈലുകളെന്ന് സംശയം. കസഖ്സ്ഥാനിലെ അക്തൌവിനടുത്ത് തകർന്നു വീണ അസർബൈജാൻ എയർലൈൻസ് വിമാനത്തിലേക്കു റഷ്യയുടെ ഉപരിതല മിസൈലോ വിമാനവേദ മിസൈലോ അബദ്ധത്തിൽ ഇടിച്ചിരിക്കാമെന്നാണ് സൂചനയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതു സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തുവന്നു. ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്കുള്ള യാത്രാമധ്യേയാണ് അസർബൈജാൻ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് അക്തൌവിൽ തകർന്നു വീണത്. വിമാനത്തിന്റെ പുറംഭാഗത്ത് കണ്ട ദ്വാരങ്ങളും വാൽഭാഗത്തെ അടയാളങ്ങളും സംബന്ധിച്ച വീഡിയോ സഹിതമാണ് വ്യോമയാന വിദഗ്ധരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ സംഭവത്തിനു പിന്നിൽ റഷ്യൻ മിസൈൽ ആക്രമണമാകാമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്തിന്റെ ബോഡിയിൽ ഒന്നിലധികം വലിയ ദ്വാരങ്ങളുണ്ടെന്നും ഇതെല്ലാം വലിയ വീതിയുള്ളതുമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായും അന്വേഷണത്തിന്റെ ഭാഗമായി വോയിസ് റെക്കോർഡറുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ പരിശോധിക്കുമെന്നും യൂറോന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം അസർബൈജാൻ എയർലൈൻസ് വിമാനം യുക്രൈൻ ഡ്രോൺ ആക്രമണം ശക്തമായ പ്രദേശത്തേക്കാണ് പോയിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം മിസൈലുകളുടെ ആക്രമണത്തിൽ തകർന്ന മറ്റ് സിവിലിയൻ, സൈനിക വിമാനങ്ങളിലും സമാനമായ ദ്വാരങ്ങൾ കണ്ടിരുന്നതായും വിദഗ്ധർ പറയുന്നു. ഗ്രോസ്നിയെ യുക്രൈൻ ഡ്രോണുകൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആക്രമിച്ചിരുന്നു. ഇതോടെ ഇവിടെ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അസർബൈജാൻ എയർലൈൻസ് വിമാനത്തെ ഡ്രോണാണെന്ന് തെറ്റിദ്ധരിച്ചു ഉന്നമിട്ടതാകാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സംഭവത്തിന് പിന്നിൽ മിസൈൽ ആക്രമണമാണെന്ന തരത്തിലുള്ള വാർത്തകളെ റഷ്യ അപലപിച്ചു. അന്വേഷണം നടത്തുകയാണെന്നും റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കണമെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വാർത്താ ഏജൻസിയായ എഫ്പിയോട് പറഞ്ഞു. രാജ്യത്ത് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് മുൻ സോവിയറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിന്റെ CIS ഉച്ചകോടിയുടെ ഭാഗമായി നടത്തേണ്ടിയിരുന്ന റഷ്യൻ സന്ദർശനം റദ്ദാക്കുകയും ചെയ്തു. ബകുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. 67 യാത്രക്കാരും 5 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. 38 പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. അപകടത്തിൽപ്പെട്ട 29 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗികാതിക്രമമെന്ന നടന്മാരായ ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ കേസ്. കൊച്ചി സീരിയല് ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത് കൊച്ചി പോലീസ്. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. കേസ് നിലവിൽ കൊച്ചി തൃക്കാക്കര പോലീസിന് കൈമാറി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം. നേരത്തെ ഹേമ കമ്മിറ്റിക്കു മുൻപിൽ നടി മൊഴി നൽകിയിരുന്നു. കേരള അഡ്വഞ്ചർ ട്രോഫി 2024 ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് തുടക്കമാവും. കോടഞ്ചേരി കേരളത്തിന്റെ മോട്ടോർ സ്പോർട്സ് ലോകത്തെ അഭിമാനമായി മാറുന്ന കേരള അഡ്വഞ്ചർ ട്രോഫി 2024 വമ്പിച്ച ഒരുക്കങ്ങളോടെ 28 ഡിസംബർ 27, 29 തീയതികളിൽ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഈ ഓഫ് റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് 29-ന് നിർവഹിക്കും. 28-ന് രാവിലെ തിരുവമ്പാടി MLA അമച്ചർ വിഭാഗവും 29-ന് വൈകുന്നേരം കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് IAS ദേശീയ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനവും വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടത്തും. 4ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് മോട്ടോർ സ്പോർട്ട് വെൽഫെയർ സൊസൈറ്റി കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടും തിരുവമ്പാടി MLA വിൻഡോ ജോസഫിന്റെ നേതൃത്വത്തോടും നടത്തിവരുന്നു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, KAPS പ്രസിഡന്റ് ബിനു കുര്യാക്കോസ്, ഓട്ടോ ജേർണലിസ്റ്റ് ആൻഡ് വേൾഡ് കാർ അവാർഡ് ജൂറി അംഗം ഹാനി മുസ്തഫ, പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ ബിനു പപ്പു തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യ പങ്കാളികളാവും. സാഹസികത റോഡിലല്ല, അതിനായി പ്രത്യേകമായി നിർമ്മിച്ച ട്രാക്കിലാണ് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും ഗതാഗത നിയമങ്ങളുടെ പ്രാധാന്യവും സുരക്ഷിത യാത്രയുടെ ആവശ്യകതയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മത്സര ലക്ഷ്യം. മത്സരം മോട്ടോർ വാഹന വകുപ്പ്, ഫയർ സർവീസ്, മേധ ഹോസ്പിറ്റൽ, വാട്ടർ അതോറിറ്റി, കേരള പോലീസ് എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ നടത്തപ്പെടുന്നു. ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടു കൂടിയ പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളും സജ്ജമാണ്. കേരള അഡ്വഞ്ചർ ട്രോഫി 2024 ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രഗത്ഭ മോട്ടോർ സ്പോർട്ട് താരങ്ങളെ ഒരുമിപ്പിച്ച് ഇഷ്ടാനിഷ്ടങ്ങളിലുപരി സുരക്ഷയുടെയും കരുത്തിന്റെയും ചുവടുവെപ്പായിരിക്കും. തുഷാരഗിരിയിൽ ഡിസംബർ 27 മുതൽ 29 വരെ എത്തി ഈ മത്സരത്തിന്റെ ഭാഗമാകുവാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നും മോട്ടോർ സ്പോർട്ട് വെൽഫെയർ സൊസൈറ്റി കേരള പ്രസിഡന്റ് സുജീഷ് കൊളത്തോടി, സെക്രട്ടറി ലിബിൻ പിയൂസ്, ട്രഷറർ യുജിൻ ജോൺസൺ, കൈനടി പ്ലാന്റേഷൻസിന്റെ ഉടമ റോഷൻ കൈനടി, തുഷാരഗിരി അഡ്വഞ്ചർ പാർക്ക് ഡയറക്ടർ കെവിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അൽഫോൻസ കോളേജ് NSS ക്യാമ്പ് നിറവ് 2024 ആനക്കാമ്പയിൽ കരിമ്പിൽ തുടക്കമായി. കരിമ്പ് തിരുവമ്പാടി അൽഫോൻസ കോളേജ് NSS ക്യാമ്പ് നിറവ് 2024 ആനക്കാമ്പയിൽ കരിമ്പ് സെന്റ് തോമസ് പാരിഷ് ഹാളിൽ തുടക്കമായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ പേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബോസ് ജേക്കബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ഫാദർ ഷിജു മാത്യു ക്യാമ്പ് വിവരണം നൽകി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബാബു കളത്തൂർ, തിരുവമ്പാടി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീ ബേബി KM, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ഫായിസ് അലി, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീ സെബാസ്റ്റ്യൻ MC, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ P.A. മത്തായി, ക്യാമ്പ് ഡയറക്ടർ കുമാരി കാവ്യ ജോസ്, കോളേജ് യൂണിയൻ സെക്രട്ടറി ശ്രീ അലോൺ ഇമ്മാനുവേൽ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് സെബാസ്റ്റ്യൻ, സ്വാഗത കമ്മിറ്റി കൺവീനർ ശ്രീ തോമസ് കുണ്ടത്തിൽ, വോളണ്ടിയർ സെക്രട്ടറി കുമാരി സാനിയമോൾ ചാൾസ് എന്നിവർ സംസാരിച്ചു. ഡിസംബർ 31-ാം തീയതി വരെ നടത്തപ്പെടുന്ന ക്യാമ്പിൽ ആനക്കാമ്പയിൽ കരിമ്പ് റോഡിന്റെ ഇരുവശവും ശുചീകരണം, വ്യക്തിത്വ നേതൃത്വ വികസന ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യപരിപാലന പരിപാടികൾ, പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമാണ്. YMCA, ലയൺസ് ക്ലബ്ബ്, സീനിയർ ചേംബർ, ഗ്രീൻവെയിൽ സംഘടനകളുടെ സഹകരണം ക്യാമ്പിനുണ്ട്. പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ കുര്യൻ പുരമിടം, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ HO ശ്രീ ഫായിസ് അലി, എക്സൈസ് ഓഫീസർ ശ്രീ ഷഫീഖ് അലി, ശ്രീ തോമസ് തുണ്ടത്തിൽ, കുമാരി ജോസ്ന KV, ഡോക്ടർ ജെയിംസ് പോൾ, ശ്രീ സുനീർ മുത്താലം, ഡോക്ടർ P.A. മത്തായി എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നയിക്കും. ഡിസംബർ 31-നുള്ള സമാപന സമ്മേളനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ മുഖ്യ അതിഥിയായിരിക്കും. അൽഫോൻസ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മനോജ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തും. ആനക്കാമ്പയിലിൽ ടാസ്ക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പബ്ലിക് ഹെൽത്ത് സെന്റർ. ആനക്കാമ്പയിൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു മനോഹര ഗ്രാമമായ ആനക്കാമ്പയിലിൽ ടാസ്ക് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതികളുടെ ഫണ്ടിൽ നിന്നും പ്രയോജനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ AWCS സംരംഭത്തിന്റെ ഭാഗമായി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ കേന്ദ്രം നമ്മുടെ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും സമഗ്രമായ പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. ഈ കേന്ദ്രങ്ങൾ പ്രിവന്റീവ്, പ്രൊമോട്ടീവ്, ക്യൂറേറ്റീവ് കെയർ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്നാട്ടിലെ എല്ലാവർക്കും ആരോഗ്യ സംബന്ധമായ ചികിത്സ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. സമീപകാല സംഭവ വികാസങ്ങൾക്ക് അനുസൃതമായി കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളെ സംയോജിപ്പിക്കുന്നതിനായി കേരള സർക്കാരും തിരുവമ്പാടി പഞ്ചായത്തും സംയുക്തമായി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഉയർന്നുവരുന്ന PHCയുടെ പുരോഗതിക്ക് മേൽനോട്ടം വഹിക്കുന്നു.
ഈ സഹകരണം ആനക്കാംപൊയിലിലെ ആരോഗ്യ പരിപാലനം വർദ്ധിപ്പിക്കുമെന്നും നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ആനക്കാംപൊയിലിൽ ഒരു സൗഹൃദ കൂട്ടായ്മയായി ആരംഭിച്ച സി ടാസ്ക് എന്ന സംരംഭം ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി രജിസ്റ്റർ ചെയ്ത് വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. കൊടിയേറ്റ് നടത്തപ്പെട്ടു. നെല്ലിപ്പൊയിൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാളിന് മുന്നോടിയായി കൊടിയേറ്റ് നടത്തപ്പെട്ടു. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് വികാരി ഫാദർ അനൂപ് തോമസ് അലക്സാണ്ടർ, ട്രസ്റ്റ് ശ്രീ മനോജ് താഴത്തേതിൽ, സെക്രട്ടറി ശ്രീ ജേക്കബ് തെക്കനാട്ട് എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഫാദർ നോബിൻ ഫിലിപ്പും മറ്റു വൈദിക ശ്രേഷ്ഠരും നേതൃത്വം നൽകും. ഗാനശുശ്രൂഷയ്ക്ക് ഫാദർ ക്രിസ് സെബി നേതൃത്വം നൽകും. 27-ന് വൈകിട്ട് 6 മണിക്ക് സന്ധ്യ നമസ്കാരം, നെല്ലിപ്പൊയിൽ കുരിശടിയിലേക്കുള്ള പ്രദക്ഷിണം, ഗാനശുശ്രൂഷ, വചന സന്ദേശം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവ നടത്തപ്പെടും. 28-ന് രാവിലെ 7:15-ന് പ്രഭാത നമസ്കാരം, 8:15-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, നേർച്ച, കൊടിയിറക്ക് എന്നിവയും നടത്തപ്പെടും. കോടഞ്ചേരി പൂളവള്ളി നടുപ്പറമ്പിൽ ഷാജു NS 54 അന്തരിച്ചു. സംസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് 1-ന് വീട്ടുവളപ്പിൽ നടന്നു. ഭാര്യ വനജ പൊന്നാങ്കിയം പന്തലായിനിക്കൽ കുടുംബം. മക്കൾ ആതിര, അഭിജിത്ത്. മരുമകൻ ജിതിൻ കാരശ്ശേരി. കോടഞ്ചേരി മൈക്കാവ് വള്ളോപ്പിള്ളിൽ ജോഷി ജോൺ 52 അന്തരിച്ചു. സംസ്കാരം തിങ്കളാഴ്ച 30 ഡിസംബർ 24 രാവിലെ 9-ന് മൈക്കാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഉണ്ണിത്രാങ്കുന്ന് സെമിത്തേരിയിൽ. ഭാര്യ മെറീന, കൈതപ്പൊയിൽ കന്നുകുഴിയിൽ കുടുംബാംഗം. മക്കൾ ജോൺ ജോഷി, അമേരിക്ക, മെർലിൻ ജോഷി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.